പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ദൈവം തന്ന ഈ വലിയ വചനത്തിനായി, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തില് എഴുതിയ ഒരു ലേഖനമാണ് ഈ കാണുന്നത്. കാരാഗൃഹ ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതയാത്രയില് ഒരു കപ്പൽ പ്രമാണിയായിരുന്ന പൗലോസ് ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം സത്യയുടെ പഠിച്ച വലിയ പണ്ഡിതനായ, വലിയ ജ്ഞാനിയായ, എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ, ഹല്ലേലൂയ, റോമൻ ഭാഷ, ഹല്ലേലൂയ, ഇത് ഭാഷാ പണ്ഡിതനായിരുന്നു പൗലോസ്. അങ്ങനെ ഭാഷാ പണ്ഡിതനായിരുന്ന, വളരെ ജ്ഞാനിയായിരുന്ന, തത്വചിന്തകനായിരുന്ന ആ പൗലോസ് തന്റെ ജീവിതത്തില് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകള് എല്ലാം തന്റെ ജീവിതത്തില് വന്നു. പക്ഷേ അവൻ കാരാഗ്രഹത്തിൽ കിടന്നും ഹല്ലേലൂയ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം അവൻ ചവറെന്ന് എണ്ണുകയാണ്. അവൻ സ്വർഗരാജ്യത്തില് പോയി സ്വർഗത്തിന്റെ മഹിമകളെ കണ്ട 2 ശിഷ്യന്മാരാണുള്ളത്. ഒന്ന് യോഹന്നാനും 2 അപ്പോസ്തലനായ പൗലോസും. അവർ രണ്ടുപേരും സ്വർഗീയ മഹിമകളെ കണ്ടു. സ്വർഗീയ മഹിമകളെ കണ്ട് താഴെ ഇറങ്ങി വന്നു. പൗലോസ് പറയുകയാണ്, നീ ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്, ഈ ലോകത്തിലുള്ള ഒന്നിനെയും പറ്റി നീ വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷകളാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ നാം ദൈവത്തോട് പറയണം. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. ഹല്ലേലൂയ. കാക്കയ്ക്കും അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് നമ്മൾ പറയണം. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്, നമ്മുടെ ഉടമസ്ഥനായ ദൈവമാണ്. ആ ദൈവത്തോട് നമ്മൾ പറയണം. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ സ്തോത്രത്തോടെ പറയണം. എങ്കിൽ എന്താണ്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവം നമുക്ക് സമാധാനം തരും, ധനം തരുമെന്ന ദൈവം നമുക്ക് വാഗ്ദത്തം പറഞ്ഞിട്ടില്ല. സമാധാനം, ഞാൻ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു എന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്ത യേശു കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തുള്ള ഒന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങളുടെ എന്ത് ആവശ്യമുണ്ടോ അത് നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ് ചെയ്യേണ്ടത്. സ്തോത്രത്തോടെ ദൈവത്തോട് പറയണം. അന്നേ നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ ഉടമസ്ഥനായ ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവാണ്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ, ആ ഗിരീത്തിന്റെ തോട്ടിന്റെ അരികിലിരുന്ന ഏലിയാവിന് അവൻ കാക്കയെ കൊണ്ട് അപ്പവും ഇറച്ചിയും അവൻ കൊടുത്തുവിട്ട ദൈവമാണ് നമ്മുടെ ദൈവം. സറാഫത്തിലെ വിധവയ്ക്ക് ഹല്ലേലൂയ ഭക്ഷണം ഒരുക്കി കൊടുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഏലിയാവിനെ വിട്ട് അവൾക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട്, അതാണ് നമ്മുടെ ദൈവം. ശൂനേങ്കാരത്തി ഹല്ലേലൂയ, ശൂനേങ്കാരത്തിയുടെ മകൻ മരിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം എലീശയെ അയച്ച് ഹല്ലേലൂയ അവൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എല്ലാ ചിന്താഗതികളും ദൈവത്തിന് മേൽ ഇട്ടുകൊള്ളുക. നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അവന്റെ അടുക്കൽ ചെന്ന് നമ്മൾ സ്തോത്രത്തോടെ പറയുക. ന്യായമായ ആവശ്യങ്ങളെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതാണ് യേശു ക്രിസ്തു വാമൊഴിയായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനെ കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തെ കൊണ്ടും വിചാരപ്പെടരുത്. നമ്മൾ എന്ത് തിന്നും എന്ത് കുടിക്കും, ഹല്ലേലൂയ, ഞാൻ എന്ത് ഡ്രസ്സ് ധരിക്കും എന്ന ഒന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ആഹാരത്തിനേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തേക്കാൾ ജീവനും ഹല്ലേലൂയ ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല,
കൊയ്യുന്നില്ല, കളപ്പുരയ്ക്കൽ കൂട്ടിവെക്കുന്നുമില്ല. യേശു കർത്താവ് ഓരോ കാര്യവും പറയുമ്പോൾ അവർ ഉപമകളായാണ് പറയുന്നത്. യേശു പറയാണ്, നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ എനിക്ക് വളരെ ശ്രേഷ്ഠ മക്കളാണ്, മനുഷ്യരാണ് എനിക്ക് ഏറ്റവും വലുത്. നിങ്ങൾ നോക്കിക്കേ, ആകാശത്തിലെ പക്ഷികളെ നോക്കുന്നു, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, അവ കളപ്പുരയ്ക്കല് സൂക്ഷിച്ചു വെക്കുന്നുമില്ല. നാളത്തേക്കുള്ള ഭക്ഷണം അവർ കളപ്പുരയിൽ അവർ സൂക്ഷിച്ചു വെക്കുന്നുമില്ല. എങ്കിൽ സ്വർഗസ്നായ നിങ്ങൾ പിതാവ് അവയെ പുലർത്തുന്നു. ഈ കാക്കയെ നോക്കുക, ഹല്ലേലൂയ, അവർ കൊയ്യൊന്നുമില്ല, വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല. എങ്കിലും ദൈവം അവർക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള ഭക്ഷണം ഈ കാക്കയ്ക്ക് കൊടുക്കുന്നു. ഈ പക്ഷികൾക്ക്, ആകാശത്തിലെ പറവുകൾക്ക്, എല്ലാ പറവുകളും, ലക്ഷക്കണക്കിന് പറവുകൾ ആകാശത്തിലൂടെ പറന്നു നടക്കുന്നുണ്ട്. അവർക്കെല്ലാം ദൈവം ദിനം പ്രതി അന്നന്നത്തെ ആഹാരം അവർക്കെല്ലാം ദൈവം കൊടുക്കുകയാണ്. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരല്ലയോ? മനുഷ്യരോട് ദൈവം പറയുകയാണ്, ആ പക്ഷികളെ നോക്കുക, ആ പക്ഷികളെക്കാൾ നിങ്ങൾ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം തന്നെ സൃഷ്ടിച്ച ആദാമും ഹവ്വയുടെയും പാരമ്പര്യമുള്ള മക്കളായ നമുക്ക്, എബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മക്കളായ നമുക്ക് അതിലും കൂടുതൽ വിശേഷതയില്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ, മനുഷ്യന് കഴിയില്ല. നമ്മൾ എത്ര വിചാരപ്പെട്ടാലും അത് നടക്കുകയില്ല എന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുമെന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമില്ല. എന്നാൽ സർവ്വമോഹൻ പോലും തന്റെ സർവ്വമോഹത്തിലും അവയിൽ ഒന്നിനോളം സമം ചേരുന്നില്ല. വയലിലെ താമരയെ നോക്കുവീൻ, ദൈവം തമ്പുരാൻ അവ എത്ര ശ്രേഷ്ഠമായി ചമച്ചിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യനല്ല അതിനെ ചമച്ചത്, അതിനേക്കാൾ നമ്മൾ എത്ര ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ സന്തതി പരമ്പരകളെ, യേശുവിനെ ആരാധിക്കുന്നവരെ, യേശുവിന്റെ മക്കളെ, ഇസ്രായേലിന്റെ മക്കളെ, ഹല്ലേലൂയ, യാക്കോബിന്റെ മക്കളെ, എബ്രഹാമിന്റെ മക്കളെ, ഇസ്ഹാക്കിന്റെ മക്കളെ, നിങ്ങൾ ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, അവർ നടത്തുന്ന വഴികളിലേക്ക് നിങ്ങൾ പോകുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. കാടയും വനപക്ഷിയും കൊടുത്ത് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാ ദൈവമാണ്, നിത്യപിതാവാണ്. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത ദൈവം, ലാസറെ ഉയർപ്പിച്ച ദൈവം ഞങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തെ വിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒന്നും വേണ്ട. അവനാണ് ഞങ്ങളുടെ നിധി. അവനെ വിട്ട് ഞങ്ങൾക്കൊരു ജീവിതമില്ല. നാം അവനോട് പറ്റിയിരിക്കുന്നു എങ്കിൽ അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ യേശുക്രിസ്തു വാമൊഴിയായി നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ കുറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. എന്തിനാണ് നിങ്ങൾ വിചാരപ്പെടുന്നത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താഗതികളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. പത്രോസിന്റെ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താഗതികളും അവന്റെ മേലിട്ടുകൊള്ളുന്നു. നമുക്ക് വേണ്ടി കരുതുന്നു. ഇതെല്ലാം ആ ദൈവം ആർക്കാണ്? ഹല്ലേലൂയ. സൃഷ്ടിയുടെ ആരംഭത്തിൽ മനുഷ്യന് ആവശ്യമുള്ളത് എല്ലാം 6 ദിവസം സൃഷ്ടിച്ച് മനുഷ്യന് ആവശ്യമുള്ളത് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ സകല ചിന്താഗതികളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, ആദിനും അന്ത്യനുമാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ എന്റെ കർത്താവായ യേശു കർത്താവിനെ നമ്മൾ നോക്കുക, അവനോട് പറ്റിയിരിക്കുക, അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുക. അതാണ് നമുക്ക് ആവശ്യമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ പറ്റിയും നിങ്ങൾ വിചാരപ്പെടരുത്. നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങൾക്ക് വിചാരപ്പെട്ടാൽ നിങ്ങളുടെ നീളം ഒരു മുഴം നീട്ടുവാനോ കുറയ്ക്കുവാനോ നിങ്ങൾക്ക് കഴിയില്ല.
കാക്കയെ നോക്കുവീൻ, പർവ്വജാതികളെ നോക്കുവീൻ, മൃഗങ്ങളെ നോക്കുവീൻ, കാട്ടിലെ മൃഗങ്ങളെ നോക്കുവീൻ, അവയ്ക്കൊക്കെ ഞാൻ ആഹാരം കൊടുക്കുന്നു. അവരെക്കാൾ നിങ്ങൾ എത്ര ശ്രേഷ്ഠതയുള്ള ജാതിയാണ്, നിങ്ങൾ എത്ര ശ്രേഷ്ഠതയുള്ളവരാണ്. ഞാൻ എന്റെ സ്വരൂപത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെ ഞാൻ കരുതും, അവർക്ക് വേണ്ടി ഞാൻ കരുതുന്ന ദൈവമാണെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് കുറിവാക്യത്തിലേക്ക് നമുക്കൊന്നുകൂടെ വരാം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. പൗലോസിന്റെ ജീവിതത്തിലേക്ക് പൗലോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവന് വളരെ സമ്പന്നനായിരുന്നു, സ്വന്തമായി കപ്പലുള്ളവനായിരുന്നു, വിദ്യാപണ്ഡിതനാണ്, ഗമാലേക്കിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണ്, പല എബ്രായ ഭാഷാ പണ്ഡിതനാണ് അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ഭാഷകളിലല്ല സംസാരിക്കുവാൻ കഴിവുള്ളവനായ, വിദ്യാസമ്പന്നനായ, ധനികനായിരുന്ന പൗലോസ് ഇപ്പോൾ അവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എല്ലാം ഛേദമെന്നെണ്ണുകയാണ്, എല്ലാം അവൻ ഛേദമെന്നെണ്ണുകയാണ്. ലോകത്തിലെ ചപ്പെന്നും ചവറെന്നും അവൻ എണ്ണുകയാണ്. അവൻ പറയുകയാണ്, ഒന്നിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുക, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. നീ നമ്മുടെ ജീവിതത്തിൽ നാളെ നമ്മൾ എന്ത് ഉടുക്കും, എന്ത് കഴിക്കും, ഹല്ലേലൂയ, എവിടെ നമ്മൾ താമസിക്കും എന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്. കാക്കയെ നോക്കുവീൻ, പർവ്വജാതികളെ നോക്കുവീൻ, അവരെക്കാൾ നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ്. അവർ കളപ്പുര വിതയ്ക്കുന്നില്ല, അവർ കൊയ്യുന്നില്ല, അവർ കളപ്പുരയിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല, എങ്കിലും ദൈവം അവരെല്ലാം പുലർത്തുന്നു. അതേക്കാൾ നമ്മൾ എത്ര ശ്രേഷ്ഠരാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ഈ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ആമേൻ.